ഗൈസ്, വെൽക്കം ടു ടെസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 104 105 തന്നെയാണ് ബി ടി സി നിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ 102ലേക്കോ അല്ല അതിലേക്കുള്ള മൂവ്മെൻറ്റ് വന്നിട്ടില്ല. എന്താണ് വീണ്ടും ഈ ഒരു മടുപ്പ് ഫേസാണ്. അല്ല മാത്രമല്ല ആൾട്ടും പെട്ടെന്ന് തന്നെ വളരെയധികം ഒരു ഡൗൺ ട്രെൻഡ് കാണിച്ചിരുന്നു. ഇന്നലെയുള്ള ഒരു അപ്പിന് ശേഷം ഇന്നൊരു കുറച്ച് ഡൗൺ ആണ്. കാരണം ഡോമിനൻസ് കുറച്ച് ബി ടി സി കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വീണ്ടും ആ ഒരു കൺഫ്യൂഷൻ പീരീഡിലുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 72 102 കെയിലേക്ക് നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് വന്നതിൻ്റെ ആ ഒരു ആവേശത്തിൽ വന്നവരൊന്നും മടുപ്പിക്കുന്നുള്ളൊരു ഫേസാണ്. ഓട്ടോമാറ്റിക്കലി അപ് ട്രെൻഡ് 2 104 തന്നെ സപ്പോർട്ട് നിൽക്കുന്നതോടെ കാലം അപ് ട്രെൻഡ് 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഈ പറയുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു 9 ആഴ്ച അതിൻ്റെ ഒരു 2 ആഴ്ച ഓൾറെഡി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്കൊന്നൊരു ഈ ജസ്റ്റ് അടുത്ത ആഴ്ച തൊട്ട് ഈ ജൂൺ ഒരു മിഡ് തൊട്ടെങ്കിലും ഈ പറയുന്ന അപ് ട്രെൻഡ് 2ൻ്റെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഏത് കോയിൻസിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പം തന്നെ നമ്മുടെ എത്തീരിയം നമ്മൾ പറഞ്ഞിരുന്നു. XRPയിലും ഈ പറയുന്ന ഫണ്ടമെൻ്റൽസ് അടിപൊളിയായിരുന്നുണ്ട്. നമ്മുടെ ലിങ്ക്, പിന്നെ ഷിബ്. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് ഇലോൺ മസ്കും ട്രംപും തമ്മിലുള്ള പ്രശ്നങ്ങൾ, മീൻസ് ഇലോൺ മസ്ക് ഈ ട്രംപിൻ്റെ ടീമിൽ നിന്ന് പോയത്, പിന്നെ ഈ പറയുന്ന ട്രംപിൻ്റെ പുതിയ ലോസ് ഇലോൺ മസ്ക് എതിർക്കുന്നതൊക്കെ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന ഈ ഒരു കാര്യങ്ങളിൽ നിന്നും കുറച്ചും കൂടിയും എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ കൂടുതൽ മാർക്കറ്റിന് ഫ്യൂലപ്പ് ചെയ്യുന്നത് ഇന്നലെ വീണ്ടും ട്രംപ് ഈ പറയുന്ന ഒരു ട്വീറ്റ് ഇട്ടിരുന്നു. ഈ പറയുന്ന തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നത്, അത്തരം ന്യൂസുകൾക്കായിരിക്കും കൂടുതൽ. പ്രത്യേകിച്ച് അമേരിക്ക വീണ്ടും ഇന്നലെ നമ്മൾ കണ്ടതാണ് ഏറ്റവും വലിയ ഈ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും വലിയ കടത്തിൽ അത്രയും ഡെപ്റ്റ് അമേരിക്കയിലുണ്ട്. അപ്പോൾ അത്രയും ഡെപ്റ്റ് ഉള്ള സ്ഥിതിക്ക് അമേരിക്കയ്ക്ക് ഈ റീപേ എമൗണ്ട് കുറച്ച് കിട്ടണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചേ പറ്റൂ. അപ്പോൾ അത്രയും പ്രഷർ ഈ പറയുന്ന പവലിൻ്റെ മുഖത്ത് ഈ പറയുന്ന ട്രംപ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ ഇൻഫ്ലേഷൻ ഈ മാസവും കൂടി ഒന്ന് ഡൗൺ ട്രെൻഡ് തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ വല്ലാണ്ട് ഫ്യൂലപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു അടുത്തൊരു നല്ലൊരു മൂവ്മെൻറ്റ് കഴിഞ്ഞ 2-3 മാസങ്ങളായി നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈവൻ ട്രംപ് തന്നെ നിരന്തരമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്ന ഒരു ന്യൂസ് നമ്മൾ വല്ലാണ്ട് ഫ്യൂലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഈ ബാക്കിയുള്ള ചെറിയ ന്യൂസുകളൊന്നും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ ട്രംപ് റിലേറ്റഡ് ആയിട്ട് തന്നെ നിരന്തരമായിട്ട് ക്രിപ്റ്റോനെ സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ ക്രിപ്റ്റോക്ക് വേണ്ടി വാദിക്കുന്നു, ട്രംപിൻ്റെ മക്കൾ പറയുന്നുണ്ടെങ്കിൽ പോലും എപ്പോഴും ഈ ഇൻട്രസ്റ്റ് റേറ്റാണ് അതിൻ്റെ ഒരു മെയിൻ ഫണ്ടമെൻ്റൽ എന്ന് എനിക്ക് കോൺഫിഡൻറ്റ്. മാത്രമല്ല ഈ ട്രംപിൻ്റെ തന്നെ ടാരിഫ് ഡീൽ നമ്മുടെ അമേരിക്കൻ സുപ്രീം കോടതി പോസ് ചെയ്ത് വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് കണ്ടിരുന്ന ഒരുപാട് ടാരിഫ് റിലേറ്റഡ് ആയിട്ട് ആഫ്റ്റർ 90 ഡേയ്സ് അത് വീണ്ടും തിരിച്ചു വരുമെന്ന് പറയുന്നിടത്ത് ഈ പറയുന്ന ട്രംപ് ഈ സുപ്രീം കോടതി പോസ് ചെയ്തതും ഒരു ബുള്ളിഷായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ട്രംപിന് അതിൽ അധികാരമില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ചൈനയുമായിട്ട് ഇന്നലെ തന്നെ ട്രംപ് പറയുന്നുണ്ട് വളരെ ടഫ് ഗൈ ആണ് ഈ ചൈനീസ് പ്രസിഡൻ്റ് എന്ന്. ചൈനയുമായിട്ട് നല്ല രീതിയിൽ സംസാരം നടക്കാൻ സാധ്യതയുണ്ട്. ആ ട്രേഡിംഗ് ഡീലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിൽ മാർക്കറ്റിന് മുമ്പിലുണ്ട്. അതിന് മുമ്പിൽ ഈ പറയുന്ന 104 കെ സപ്പോർട്ട് തന്നെ പിടിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ 102 99 എന്നുള്ളതൊന്നും ഒരു ബേജാറാണ്ട് വിഷയമല്ല. ടെക്നിക്കലി പറയുന്ന RSI ബേസ്ഡ് എല്ലാം മാർക്കറ്റ് സ്ട്രോങ് തന്നെയാണ്. ഒരു പുഷിന് വേണ്ടിയിട്ട് മാത്രം ഒരു പുതിയ ഓൾ ടൈം ഹൈന് അത് ഏത് നിമിഷം സഡനായിട്ട് ഉണ്ടാകുന്നതാണ്. അതിന് മുമ്പുള്ള ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ലിക്വിഡേഷൻ ഗ്രാബ് ഉണ്ടെങ്കിലേ ഉള്ളൂ എന്ന് ഓർപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.